ഹായ് ഓൾ, ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എത്തിക്സ് ഇൻ മാർക്കറ്റിംഗ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് ആണ്. സോ നമുക്ക് പോർഷനിലേക്ക് നോക്കാം. ഫസ്റ്റ്, എത്തിക്സ് ഇൻ മാർക്കറ്റിംഗ്. Marketing ethics are a set of moral principles that guide a company's promotional activities. ഒരു കമ്പനിയുടെ പ്രൊമോഷണൽ അഥവാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ഗൈഡ് ചെയ്ത് നിൽക്കുന്ന സെറ്റ് ഓഫ് മോറൽ ഓർ എത്തിക്കൽ പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എത്തിക്സ് എന്ന് വിളിക്കുന്നത്. Organizations that establish and implement marketing ethics are typically trying to respect the rights, desires and expectations of consumers. ഒരു ഓർഗനൈസേഷൻ മാർക്കറ്റിംഗ് എത്തിക്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോട് കൂടി എയിം ചെയ്യുന്നത് കൺസ്യൂമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസ് അതുപോലെ ഡിസയേഴ്സ് മീറ്റ് ചെയ്യുക, അവരുടെ റൈറ്റ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നതൊക്കെയാണ്. ഈ മാർക്കറ്റിംഗ് എത്തിക്സ് എന്ന ഈ ഒരു ഐഡിയ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായിട്ട് സിമിലാരിറ്റി ഉള്ളതാണ്. പ്രാക്ടീസിങ് എത്തിക്കൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പ്രൊട്ടക്ട്സ് ദ വെൽബീങ് ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് ഓഫ് എംപ്ലോയീസ്. കൺസ്യൂമേഴ്സിൻ്റെ മാത്രമല്ല, ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ വെൽബീങ്ങും ഉറപ്പ് വരുത്തുന്നുണ്ട് മാർക്കറ്റിംഗ് എത്തിക്സ്. പിന്നെ മാർക്കറ്റിംഗ് എത്തിക്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കമ്പനി ആക്ട് ആസ് എ ഗുഡ് മോഡൽ ഫോർ അതർ കമ്പനീസ് ആൻഡ് ഓൾസോ അട്രാക്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ കസ്റ്റമേഴ്സ്. ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഇൻ മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൽ എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന്, പ്രൊട്ടക്ട്സ് ദ വെൽബീങ് ഓഫ് കൺസ്യൂമേഴ്സ്. അതായത് കൺസ്യൂമേഴ്സിനെ ഇൻഫോം ചെയ്യുന്നുണ്ട് അബൌട്ട് ദ റിസ്ക് ഓഫ് ദ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഓഫേർഡ് ബൈ എ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ. പിന്നെ രണ്ട്, സപ്പോർട്ട് ദ വെൽബീങ് ഓഫ് എംപ്ലോയീസ്. ആഡിക്വേറ്റ് കോമ്പൻസേഷൻ ഫോർ ലേബർ ആൻഡ് റീസണബിൾ വർക്ക് ഷെഡ്യൂളൊക്കെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവരുടെ വെൽബീങ്ങും ഉറപ്പുവരുത്തുന്നു. പിന്നെ ആക്ട് ആസ് എ റോൾ മോഡൽ ഫോർ അതർ കമ്പനീസ്. ഈ മൂന്നാമത്തെ പോയിന്റ് ഉദ്ദേശിക്കുന്നത് ദ കമ്പനീസ് പ്രാക്ടീസിങ് എത്തിക്കൽ മാർക്കറ്റിംഗ് ആക്ട് ആസ് എ റോൾ മോഡൽ ഫോർ അതർ കമ്പനീസ്. അതാണ് കമ്പനീസ് can foster a good reputation, build a positive work culture for employees and consumers, and also encourage other business to practice ethical marketing. അതാണ് ആ ഒരു പോയിന്റിൻ്റെ എക്സ്പ്ലനേഷൻ. ഫോർത്ത് പോയിന്റ്, അട്രാക്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നു. അതിന് നല്ല അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വേണം. ആ നല്ല അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ് ആകണമെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിൽ വാല്യൂ അതുപോലെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. അങ്ങനെ വാല്യുബിൾ ആയിട്ടുള്ള ക്വാളിറ്റി 100% ക്വാളിറ്റി ഉള്ള ഗുഡ്സും സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നത് വഴി അതൊരു എഫക്റ്റീവ് ഫോം ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആവുകയും അതിലൂടെ എ കമ്പനി ക്യാൻ ബിൽഡ് ട്രസ്റ്റ് വിത്ത് കൺസ്യൂമേഴ്സ്. അങ്ങനെ ആ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റും ഒരു കമ്പനിയിൽ തന്നെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുക. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്കൽ മാർക്കറ്റിംഗ് ആണ് പറയുന്നത്. ഒന്നാമത്തേത് ഓണസ്റ്റി. ബിസിനസ് ലീഡേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റേഴ്സ് ഒരു പ്രോഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഒരു സർവീസിനെ പറ്റിയിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യം കസ്റ്റമേഴ്സിനോട് കൺവേ ചെയ്യണം. അത് വളരെ ക്രിട്ടിക്കൽ ആസ്പെക്റ്റാണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ് ടു കൺവേ ദ ട്രൂത്ത് അബൌട്ട് എ പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ ഹെൽത്ത്, വെൽബീങ് ആൻഡ് റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. അതാണ് ഓണസ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസ്പെറൻസി. ഒരു കമ്പനിയുടെ പ്രോസസ്സസിനെ പറ്റി അല്ലെങ്കിൽ ബിഹേവിയറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യണം കൺസ്യൂമേഴ്സുമായിട്ട്. ഇറ്റ്സ് ക്രിട്ടിക്കൽ ഓർ ക്രൂഷ്യൽ ഫോർ ബിസിനസ് ടു ബി ട്രാൻസ്പെറൻറ്റ്. എന്തൊക്കെ കാര്യത്തിലാണ് ഈ ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അബൌട്ട് ദ എലമെൻറ്റ്സ് സച്ച് ആസ് സപ്ലയേഴ്സ്, പ്രൈസിങ്, ക്വാളിറ്റി, ഫീച്ചേഴ്സ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. 3, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. Marketers can uphold health and safety by educating, protecting the privacy, respect the civil and human rights of consumers, and by ensuring better working conditions. മാർക്കറ്റേഴ്സിന്
കൺസ്യൂമേഴ്സിൻ്റെയും അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെയും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഉറപ്പുവരുത്താൻ പറ്റും. പ്രോപ്പർ എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുന്നത് വഴി. പിന്നെ അവരുടെ പ്രൈവസി, കൺസ്യൂമേഴ്സിൻ്റെയും ആസ് വെൽ ആസ് എംപ്ലോയീസിൻ്റെയും പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ അവരുടെ സിവിൽ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻസ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നു. കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇതൊക്കെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, അതായത് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഹെൽത്ത് ആസ്പെക്ട്സും സേഫ്റ്റി ആസ്പെക്ട്സും കടന്നു വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഉറപ്പുവരുത്തുന്നത് വഴി ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയും ഉറപ്പുവരുത്താൻ പറ്റും. പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി സേഫ്റ്റി ഉറപ്പുവരുത്തുന്നു. പിന്നെ വർക്കിംഗ് കണ്ടീഷൻസിൽ ഹസാർഡസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒഴിവാക്കുന്നത് വഴി ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. പിന്നെ ലീഗാലിറ്റി, complying with all governmental and environmental regulations and industry standards. എല്ലാ ഗവൺമെൻറ്റൽ ആൻഡ് എൻവയോൺമെൻറ്റൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സും ഒക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം. ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒഴിവാക്കണം. ലീഗലായിരിക്കണം ഒരു കമ്പനിയുടെ പ്രവർത്തനം. പിന്നെ കോൺഷ്യസ് പ്രാക്ടീസസ്, ഇതിൽ ഫെയർ ട്രേഡും ഫെയർ വേജസും പിന്നെ എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ പ്രോസസ്സസും കൊണ്ടുവരിക അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക, അതാണ് ഇതിൽ പറയുക. ലാസ്റ്റ് പോയിന്റ് പേഴ്സണൽ ബിഹേവിയർ ആണ്. എൻഷുറിങ് ദാറ്റ് ഓൾ മാർക്കറ്റിംഗ് ടീം മെമ്പേഴ്സ് അബൈഡ് ബൈ ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് പേഴ്സണൽ എത്തിക്സ്, അതായത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. കസ്റ്റമേഴ്സിനും എംപ്ലോയീസിനും വേണ്ട രീതിയിലുള്ള റെസ്പെക്റ്റ് കൊടുക്കുന്നു. അങ്ങനെ ഒരു കമ്പനിയിലായിരിക്കുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട്. പങ്ക്ച്വാലിറ്റി, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴിയും ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കൂടുന്നുണ്ട്. അതും ഒരു മാർക്കറ്റിംഗ് എത്തിക്സ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇനി എത്തിക്സ് ഇൻ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് ആണ്. ഫിനാൻഷ്യൽ എത്തിക്സ് ഇൻ അക്കൗണ്ടിംഗ് റെഫേഴ്സ് ടു ദ കീ പില്ലേഴ്സ് ഓഫ് എത്തിക്കൽ കോണ്ടക്ട് ഫോർ ദോസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ്. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ പാലിക്കേണ്ടതായിട്ടുള്ള എത്തിക്കൽ കോണ്ടക്റ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ എത്തിക്സ് ഇൻ അക്കൗണ്ടിംഗ് എന്ന് വിളിക്കുക. ദീസ് ഇൻക്ലൂഡ്, അതായത് ആ എത്തിക്കൽ കോണ്ടക്റ്റുകൾ ഏതൊക്കെയാണ്? ഇൻറ്റഗ്രിറ്റി, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി ആൻഡ് പ്രൊഫഷണൽ കോമ്പീറ്റൻസ്, ഡ്യൂ കെയർ ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി വെൻ വർക്കിംഗ് വിത്ത് എ ക്ലയൻസ് പൊട്ടൻഷ്യലി സെൻസിറ്റീവ് ഫിനാൻഷ്യൽ ആൻഡ് പേഴ്സണൽ ഇൻഫർമേഷൻ. അതായത് ഓണസ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യുക, അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ക്ലയൻറ്റിൻ്റെ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ ഇൻഫർമേഷൻ, ഫിനാൻഷ്യൽ ഇൻഫർമേഷനൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന സമയത്ത് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു കാരണവശാലും ആ ഇൻഫർമേഷൻസ് ഒന്നും ചോർന്നു പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതൊരു എത്തിക്കൽ ഫിനാൻഷ്യൽ വേ ഓഫ് ഡീലിംഗ് ഇൻഫർമേഷൻ ആണെന്നാണ് പറയുന്നത്. പിന്നെ ഓൾ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ പ്രൊഫഷണൽസ് ആർ എക്സ്പെക്റ്റഡ് ടു അഡെയർ ടു ദീസ് ബേസിക് എത്തിക്കൽ കോൺസെപ്റ്റ്സ്. എല്ലാ അക്കൗണ്ടൻസും പിന്നെ ഫിനാൻഷ്യൽ പ്രൊഫഷണൽസും ഈ ബേസിക് എത്തിക്കൽ കോൺസെപ്റ്റ്സ് ഒക്കെ അവരുടെ ബിഹേവിയറിലും പ്രവർത്തനങ്ങളിലൊക്കെ പുലർത്തേണ്ടതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെൻറ്റ് ദ ഫ്രോഡുലൻറ്റ് പ്രാക്ടീസസ് ആൻഡ് കോമൺ എത്തിക്കൽ ഡിലമാസ് ഇൻ ദ വർക്ക് പ്ലേസ്. ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഫ്രോഡുലൻറ്റ് പ്രാക്ടീസസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫിനാൻഷ്യൽ എത്തിക്സ് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് എത്തിക്സ് ഇൻ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ്. ഒന്നാമത്തേത് ഇൻറ്റഗ്രിറ്റി. It refers to an uncompromising commitment to honesty and moral principle in all professional dealings. പ്രൊഫഷണൽ ഡീലിങ്സിൽ ഓണസ്റ്റിയും മോറൽ പ്രിൻസിപ്പിളും വിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. ഓണസ്റ്റ് ആയിരിക്കണം എല്ലാ ഡീലിങ്സും. അക്കൗണ്ടൻസ് വിത്ത് ഇൻറ്റഗ്രിറ്റി ഷുഡ് മെയിൻറ്റെയിൻ ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ആക്യുറസി ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് അനാലിസിസ്. ഈ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടൻസ് തരുന്ന റിപ്പോർട്ടിലൊക്കെ ട്രൂത്ത്ഫുൾനെസ് ഉണ്ടാവുള്ളൂ. അതുമാത്രമേ ആക്യുറേറ്റ് ആയിട്ട് ഉള്ള ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവുള്ളൂ. രണ്ടാമത്തെ ഒബ്ജക്റ്റിവിറ്റിയാണ്. ഒബ്ജക്റ്റിവിറ്റി ഫോളോ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ്
രണ്ട് കാര്യത്തിൽ നിന്നും ഒരു തീരുമാനം, അല്ലെങ്കിൽ രണ്ട് കാര്യത്തെ പഠിച്ചിട്ടൊരു തീരുമാനമെടുക്കുമ്പോൾ ആ രണ്ട് കാര്യത്തെയും തറവായിട്ട് അനലൈസ് ചെയ്യും, വിത്തൗട്ട് ബീയിങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണൽ ബയാസസ് ഓർ പ്രിഫറൻസസ്. ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. രണ്ട് കാര്യത്തെയും ഈക്വലി പഠിച്ചിട്ടായിരിക്കും ഡിസിഷൻസ് മേക്ക് ചെയ്യുക. ഒബ്ജക്റ്റിവിറ്റി ethics in finance and accounting verifies that decisions are made based on factual evidences. ഫാക്ച്വൽ എവിഡൻസസിൻ്റെ ബേസിസിലാണ് ഡിസിഷൻസ് എടുത്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ ഈ ഒബ്ജക്റ്റിവിറ്റി എത്തിക്സ് സഹായിക്കുന്നുണ്ട്. പേഴ്സണൽ പ്രിഫറൻസസ് ഒന്നും അതിൽ കടന്നു വന്നിട്ടില്ല എന്നും ഉറപ്പുവരുത്തുന്നു. 3 കോൺഫിഡൻഷ്യാലിറ്റി ആണ്. ഒരു നല്ല അക്കൗണ്ടൻറ്റ് സെൻസിറ്റീവ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ സ്ട്രിക്റ്റ് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ട്രസ്റ്റ് ആൻഡ് റെപ്യൂട്ടേഷൻ ഓഫ് ദി കമ്പനി ഇൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻസ് ദേ സെർവ് ആൻഡ് ഓൾസോ അവോയ്ഡ്സ് മിസ്യൂസ്, ഫ്രോഡ് ആൻഡ് ഹാം ഓഫ് സെൻസിറ്റീവ് ഡേറ്റ. വളരെ കോൺഫിഡൻഷ്യലായിട്ട് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസിനെ ഡീൽ ചെയ്യുമ്പോൾ അത് ആ കമ്പനിയിൽ മറ്റുള്ളവർക്കുള്ള ട്രസ്റ്റ് കൂട്ടുകയും ആ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കൂട്ടുകയും ആ കമ്പനിയിൽ ഫ്രോഡുലൻ്റ് പ്രാക്ടീസസും അതുപോലെ സെൻസിറ്റീവ് ഡേറ്റയുടെ ഹാമൊക്കെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ. പ്രൊഫഷണൽ കോമ്പീറ്റൻസ് എന്നാൽ സ്റ്റേയിങ് അബ്രസ്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്സ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് എമർജിങ് ട്രെൻഡ്സ്. അതായത് ഇത്രേ പറയുന്നുള്ളൂ, മാറ്റങ്ങളെ ഉൾക്കൊണ്ട് വേണ്ട ഡെവലപ്മെൻറ്റ്സ് എടുക്കേണ്ട സമയത്ത് എടുക്കുക. അതാണ് പ്രൊഫഷണൽ കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ആ ഒരു ട്രെൻഡുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കണം. ഈ ചേഞ്ചസ് മനസ്സിലാക്കാതെ പോകരുത്. ആ ചേഞ്ചസിനെ ഉൾക്കൊണ്ട് ഡെവലപ്പ് ചെയ്താലേ ആ ഒരു കോമ്പീറ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്രൊഫഷണൽ കോമ്പീറ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുക. ഡ്യൂ കെയർ ഓൺ ദി അതർ ഹാൻഡ് മീൻസ് ബീയിങ് ഡിലിജൻറ്റ് ആൻഡ് തറവ് ഇൻ വർക്ക്, ടേക്കിംഗ് നെസസറി പ്രിക്കോഷൻസ് ടു അവോയ്ഡ് ഇറേഴ്സ് ഓർ ഓവർസൈറ്റ്സ് ഹാവിങ് സിഗ്നിഫിക്കൻറ്റ് കോൺസിക്വൻസസ്. സിഗ്നിഫിക്കൻറ്റ് കോൺസിക്വൻസസിന് കാരണമാകുന്ന രീതിയിലുള്ള ഇറേഴ്സിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുക. അതിനെയാണ് ഡ്യൂ കെയർ എന്നുദ്ദേശിക്കുക. സോ പ്രൊഫഷണൽ കോമ്പീറ്റൻസ് എന്നാൽ മാറുന്ന കാലഘട്ടത്തിനെ ഉൾക്കൊണ്ട് വേണ്ട ഡെവലപ്മെൻറ്റ്സ് വരുത്തി കോമ്പീറ്റൻ്റ് ആയിട്ട് നിൽക്കുക ആ ഒരു ഫീൽഡിൽ. ഡ്യൂ കെയർ എന്നാൽ ഒരു ഇറർ സംഭവിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസൊക്കെ പ്രോപ്പറായിട്ട് എടുക്കുക, വർക്കിൽ ഡിലിജൻ്റ് ആയിരിക്കുക, അതൊക്കെയാണ് പറയുക. 5-മത്തേത് ഇൻഡിപെൻഡൻസ് ആണ്. ഇൻഡിപെൻഡൻസ് എന്നാൽ ഒരു ഫിനാൻഷ്യൽ അസസ്മെൻറ്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഓഡിറ്റൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അൺബയാസ്ഡ് പേഴ്സ്പെക്റ്റീവ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി, അതിനെയാണ് ഇൻഡിപെൻഡൻസ് എന്ന് വിളിക്കുന്നത്. ബയാസ്ഡ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സ് അവിടെ കടന്നു വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്നു. 6 കംപ്ലയൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ്. അതായത് സ്ട്രിക്റ്റ് അധറൻസ് ടു ലോസ്, റെഗുലേഷൻസ് ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഓഫ് പാരാമൗണ്ട് ഇമ്പോർട്ടൻസ്. ലോസും റൂൾസും ഒക്കെ ഫോളോ ചെയ്യുക, അതാണ് ദ വെരി ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഇൻ അക്കൗണ്ടൻസി. ആ നിലവിലുള്ള ലോസിനെതിരായിട്ട് ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഫ്രോഡുലൻ്റ് ഡീലിങ്സ് ഒന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. പിന്നെ പ്രൊഫഷണൽ ബിഹേവിയർ. അക്കൗണ്ടൻസിൻ്റെ ബിഹേവിയർ എത്തിക്കലായിരിക്കണം. അതായത് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം. ട്രീറ്റിംഗ് എവ്രി വൺ വിത്ത് റെസ്പെക്റ്റ്, കോർട്ടസി ആൻഡ് ഫെയർനെസ്. പിന്നെ ആ അക്കൗണ്ടൻറ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുക, പങ്ക്ച്വൽ ആയിരിക്കുക, റിപ്പോർട്ടിംഗ്, അനലൈസിങ് അതുപോലെ ഒക്കെയുള്ള ഫിനാൻഷ്യൽ ഡീലിങ്സ് ഒക്കെ നടത്തുമ്പോൾ പങ്ക്ച്വൽ ആയിരിക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിരിക്കണം. കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആണെങ്കിൽ തന്നെ അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും ഫിനാൻഷ്യൽ ഡീലിങ്സിൽ. പിന്നെ 8-മത് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. എംബ്രേസിങ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്തിക്കൽ കൺസിഡറേഷൻസ് ഇൻ ടു ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിൽ എത്തിക്കൽ കൺസിഡറേഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്യുക, സച്ച് ആസ് ഇൻവെസ്റ്റിംഗ് ഇൻ സസ്റ്റൈനബിൾ പ്രാക്ടീസസ്.
പിന്നെ എത്തിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇനീഷ്യേറ്റീവ്സ് പ്രൊമോട്ട് ചെയ്യുക. അതിനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വഴി ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു ഫോർ വാച്ചിങ്.